മാത്യു കെ യു. സെൻറ്ററിൻ്റെ പേര് ആൾട്ടർനേറ്റീവ് ഇന്നോവേറ്റീവ് സ്കൂൾ അബ്ബണ്ണൂർ. നമുക്കിവിടെ ഏകദേശം എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഈ വർഷം 21 കുട്ടികളാണ്. 21 കുട്ടികളാണ്. മുതുകര് മാത്രമാണോ? മുടുകരുണ്ട്, 2 കുറുമ്പ കുട്ടികളുണ്ട്. 2 കുറുമ്പ കുട്ടികളാണ്. ഇവര് എല്ലാവരും തന്നെ വരാറുണ്ടോ? എല്ലാവരും തന്നെ വരാറുണ്ട്. ചില ഈ പിന്നെ കൊയ്ത്ത് അല്ലെങ്കിൽ വിളവെടുപ്പിന്റെ ആ ദിവസങ്ങളിലൊക്കെ ചെറിയ കുട്ടികളെയൊക്കെ നോക്കാനും അല്ലെങ്കിൽ അതിന്റെ ഒപ്പം പോകാനൊക്കെ ചില ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ അല്ലാത്ത കറക്റ്റായിട്ട് എല്ലാവരും എത്താറുണ്ട്. ഇവരുടെ ഒരു നല്ല താല്പര്യത്തോടു കൂടി എല്ലാവരും വന്ന് പഠിച്ച് വളരെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം എല്ലാവരും തന്നെ എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. അവസാനം വരെ ആരും പുറത്ത് അങ്ങനെ കൊഴിഞ്ഞു പോകാറില്ലല്ലോ. കൊഴിഞ്ഞു പോക്കില്ലല്ലേ? അതിനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ ഈ ഊരിനോടനുബന്ധിച്ചുള്ള ഇതായതുകൊണ്ട് ഇവരുടെ സ്കൂളിനോടനുബന്ധിച്ച് ഉള്ള ഊരിനോടനുബന്ധിച്ചുള്ള സ്കൂളായതുകൊണ്ട് കുട്ടികളെ നമുക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾ അറിയുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇടപെടാനുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അഥവാ അവർ എന്തെങ്കിലും വന്നില്ലെങ്കിൽ നമ്മൾ കാരണം അന്വേഷിക്കുക അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ അവരുടെ അടുത്ത് പോയി അവരെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയാണ് ഇവരെ നിലനിർത്തിക്കുന്നത്. അങ്ങനെ എന്നുവെച്ചാൽ അവർക്ക് ഏതെങ്കിലും ഒന്നാമത് ഈ മറ്റു സ്കൂളുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറഞ്ഞ കുട്ടികളാണല്ലോ അധികം ഇവിടെ തന്നെ പഠിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ താല്പര്യം എടുക്കുക തന്നെ വേണം അവരെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് എങ്കിലേ ഇത് വിജയം കാണത്തുള്ളൂ. ഈ സ്ഥലത്തെ കുറിച്ചൊന്ന് പറയാ. ഈ സ്ഥലം എവിടെ നിന്ന് എത്ര ദൂരെയാണ്? ഇവിടുന്ന് ഇതിപ്പോ പിന്നെ അടുത്ത സ്കൂള് അല്ലെ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും അങ്ങനെ കുറിച്ച് ഇവിടെ പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു 3.5-4 കിലോമീറ്ററോളം നടന്നു തന്നെ വേണം വരാൻ. അത് കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. അപ്പൊ ഇതുവരെ ഈ കൊല്ലം ഒരു റോഡിൻ്റെതായ ഒരു മോഡൽ ഒരു വഴി വെട്ടിവെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പെല്ലാം വളരെ പിന്നെ ഇടുങ്ങിയ വഴിയിലൂടെ ഒറ്റയടിപ്പാതയിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അത് അധിക സമയവും മഴ മൂടിയും മഞ്ഞ് മൂടിയും നിൽക്കുന്ന ഒരു പ്രദേശമാണ്. വഴികളെല്ലാം വളരെ മോശം, കയറി ഇറങ്ങി നടക്കാനൊക്കെ വളരെ മോശമുള്ളൊരു ഏരിയയാണ്. അതുപോലെ അങ്ങോട്ട് ഇറങ്ങാൻ ഇങ്ങോട്ട് കയറുമ്പോൾ കുത്തനെ കയറ്റാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ കൂടുതൽ ഇറങ്ങാനാണ് പ്രയാസം കൂടുതൽ. പിന്നെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ മലവെള്ളം വന്നിട്ട് ഈ ചോലകളെല്ലാം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴ കടക്കുന്നത് പോലെ തന്നെ ഇതും ഈ കല്ലുകളെല്ലാം ഉരുണ്ട് വന്നിട്ട് നമുക്ക് കടക്കാനായിട്ട് എനിക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ 1 മണിക്കൂർ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചോലയിൽ നിന്ന് അക്കരെ കടന്നു പോകാൻ, ഈ മലവെള്ളത്തിൽ നിന്ന് കടന്നു പോകാൻ. അങ്ങനത്തെ ഒരു 5 മലവെള്ളം ഒഴുകുന്ന 5 ഭാഗത്തോടെ കടന്നിട്ട് വേണം നമുക്ക് നല്ല വഴിയിലേക്ക് എത്താൻ. അവിടുന്ന് പിന്നെ വലിയൊരു പുഴയാണുള്ളത്. പുഴയ്ക്ക് പാലം ഇക്കൊല്ലാണ് ഉണ്ടായത്. അതിന് പാലം ഉണ്ടാകുന്നത് വീണ് പോയിട്ടുണ്ടായിരുന്നു. പാലം വീണുപോയി മഴവെള്ളത്തിൽ തന്നെ വീണു. അതൊരു 6 ആളിന് ഉയരത്തിലായിരുന്നു അന്ന് പാലം കെട്ടിയിരുന്നത്. അത് മലവെള്ളം വന്നിട്ട് പുഴയിൽ വെള്ളം വന്ന ഒരു ദിവസം ഞാനിവിടുന്ന് ഒരു 3:30 ആകുമ്പോൾ അന്ന് മഴ ഇവിടെ കനത്ത മഴ പെയ്തപ്പോൾ ഞാൻ ഒരു 3:30 ആയി പോകുമ്പോൾ പാലത്തിന്റെ മേളിൽ ഒരു 1.5 അടിയോളം വെള്ളമുണ്ട്. അന്ന് രാത്രിയിൽ അത് പാലം വീണു പോവുകയും ചെയ്തു. ഇത്ര ദൂരത്തിൽ എത്തേണ്ടത് കാരണം തന്നെ ഇവിടുത്തെ കുട്ടികളെല്ലാം വേറൊരു സ്കൂളിൽ പോകാൻ, ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇവർക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ എന്നല്ലാതെ പോയി വന്നുള്ള പഠനം നടക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു കുട്ടീനെ ഇവിടുന്ന് സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു രക്ഷിതാവ് ഇവിടുന്ന് അതിനു വേണ്ടി തന്നെ ഒരു 7 കിലോമീറ്ററോളം നടന്ന് കുട്ടീനെ കൊണ്ടുവിട്ട് തിരിച്ചു വൈകുന്നേരം കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ, ഞാനിവിടെ സ്കൂൾ തുടങ്ങുമ്പോൾ 37 കുട്ടികൾ ഇവിടെ പഠിക്കാൻ നിൽക്കുകയായിരുന്നു 2005. അന്ന് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഒരു BPOയും ഞാനിവിടെ വന്ന് സർവേ നടത്തുമ്പോൾ 37 കുട്ടികളാണ് ഇവിടെ പഠിക്കാതെ നിന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ പഠിക്കാതെ നിൽക്കുന്ന കുട്ടികൾ ആരും തന്നെ ഇല്ല. ഒരു 5ാം ക്ലാസ്സിലൊരു കുട്ടി അത് വേറെ സ്കൂളിൽ പഠിച്ചിട്ട് ആ ഒരു കുട്ടി ഇവിടെ അങ്ങനെ പഠിക്കാൻ നിൽക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒരു കുട്ടികൾ മറ്റ് സ്കൂളുകളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങളിൽ രോഗം ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുമായിരുന്നു കുട്ടികൾ. ആ കുട്ടികളും നമ്മളിവിടെ ഉള്ളതുകൊണ്ട് ഒരാഴ്ച എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വന്നാണ് നമ്മൾ നിരന്തരം ഇവരുമായിട്ടുള്ളൊരു ബന്ധം ഉള്ളത് കൊണ്ട് അന്വേഷിക്കും എന്താണ് സ്കൂളിൽ പോകാത്തത്, എന്താ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ വിളിച്ചിട്ട് സ്കൂളിൽ വിടണം. ഇപ്പം നമ്മൾ ഈ സ്കൂളിലേക്ക് വരണമെന്ന് മാത്രമല്ല പറയണേ, മറ്റ് സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്ന ഈ ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നാൽ അത് ഏത് ക്ലാസ്സാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല. അതുപോലെ തന്നെ ഈ +2-ന് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക്
പഠിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് +2ലേക്കൊക്കെ അഡ്മിഷൻ മേടിക്കാനും അതിൻ്റെ ഹോസ്റ്റൽ സൗകര്യത്തിനുള്ള എല്ലാം സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് സാമൂഹികപരമായിട്ട് ഇവരുടെ മറ്റ് ആവശ്യങ്ങളും വീട്, അതുപോലെ സർക്കാർ ഇതര ഏജൻസികളിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതിൻ്റെ സഹായങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. അവർ നിരന്തരം നമ്മളായിട്ട് ബന്ധപ്പെട്ട് പോകാറുമുണ്ട്. നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ചൊന്ന് പറയുമോ? ഇത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ്, ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, അവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതിനെക്കുറിച്ച് ലഘുവായിട്ട്. ഇവിടെ 4 ക്ലാസ്സുകളാണ്. 1, 2, 3, 4 സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അത് ശരിക്ക് 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമുക്ക് ഇവിടെ പഠിപ്പിക്കേണ്ടത് വിവിധ ക്ലാസ്സുകളിൽ. ഇപ്പം ഇവിടെയുള്ള കുട്ടികൾ ഏതാണ്ട് സാധാരണ സ്കൂളിലുള്ളതുപോലെ തന്നെ ഉള്ള പ്രായമുള്ളതാണ്. കൂടിയ പ്രായമുള്ള കുട്ടികൾ ഇപ്പം ഇല്ല. 1-2 കുട്ടികളുണ്ട്, ഒരു വയസ്സ് 2 വയസ്സ് അവരുടെ പ്രായത്തിൽ കവിഞ്ഞുള്ള കുട്ടികൾ. അത് കഴിച്ചാൽ ബാക്കി സാധാരണ സ്കൂളിലുള്ള കുട്ടികളെ പോലെ തന്നെയാണ്. അതുപോലെ കാർഡ് സിസ്റ്റമാണ്. ഈ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതിൻ്റെ കാർഡുകളാണ് അധികവും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വയം പഠന കാർഡുകളാണ്, കംപ്ലീറ്റ് കാർഡുകൾ മേളിലുണ്ട്. അതിൻ്റെ ഒരു കുട്ടികൾക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു ലാഡറാണത്, പഠനകോണി എന്ന് പറയും. ഇപ്പം ഇത് 2ാം ക്ലാസ്സിലെ ഭാഷയുടെയാണ്. ഇപ്പം ഇത് കുട്ടികൾ സ്വയം ഇത് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികളത് സ്വയം അതിൻ്റെ ആ എംബ്ലം കണ്ട് തിരിച്ചെടുക്കുകയും തിരിച്ചറിഞ്ഞ് അവർ തന്നെ സ്വയം കാർഡുകൾ എടുക്കുകയും ആ കാർഡിൻ്റെ കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ ആ കുട്ടി 2ാം ക്ലാസ്സിലെ എല്ലാ സർവ്വശേഷികളും നേടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഇപ്പോൾ ശേഷി കുറവുള്ള കുട്ടികൾ, നല്ലോണം പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഈ ലാഡർ വഴി പെട്ടെന്ന് കയറിപ്പോവും. ഇനിയിപ്പോൾ കുറവുള്ള കുട്ടികൾ ഇപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴാണ് ആ കുട്ടിക്ക് തൊട്ട് മുമ്പുള്ള കാർഡിനെ കുറിച്ച് അറിയത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ നേരെ പുറകോട്ട് തന്നെ വിടുകയും അവരെ ആ ശേഷി നേടിയിട്ട് തന്നെയാണ് മുമ്പോട്ട് കയറ്റിയുള്ളത്.